അപ്രതീക്ഷിതമായി പെൺകുട്ടിക്ക് ഒരു വീഡിയോ ലഭിച്ചു. ദൃശ്യങ്ങളിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. ജോലി കഴിഞ്ഞ് ആ പുരുഷൻ വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടി വിവാഹമോചനം ആവശ്യപ്പെട്ടു. പെട്ടെന്ന് അവളുടെ ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങി, അമ്മേ, അച്ഛനെ വിവാഹമോചനം ചെയ്യരുത്, ഇതെല്ലാം മറ്റാരുടെയോ ഗൂഢാലോചനയാണ്. അപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത്. അവൾ ഇപ്പോൾ കേട്ട ശബ്ദം അവളുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിൽ നിന്നാണ്. കുഞ്ഞ് ആന്തരിക ചിന്തകളിലൂടെ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. വിവാഹമോചനത്തിന് ശേഷം പെൺകുട്ടി ഒരു യാചകയായി മാറുകയും മറ്റേ സ്ത്രീ ആ പുരുഷനെ വിവാഹം കഴിച്ച് വിജയിയാവുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ പെൺകുട്ടി ഉടൻ തന്നെ വിവാഹമോചനം വേണ്ടെന്ന് തീരുമാനിച്ചു. പുരുഷന് വളരെ ആശയക്കുഴപ്പം തോന്നി. ആദ്യം വീഡിയോ കാണിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വീഡിയോ ദുരൂഹമായി അപ്രത്യക്ഷമായതായി കണ്ടെത്തി. അവസാനം പുരുഷൻ ഇപ്പോഴും അവളെ വിവാഹമോചനം ചെയ്യില്ലെന്ന് സമ്മതിച്ചു. പെൺകുട്ടി അവരുടെ ഒരുമിച്ചുള്ള ഭൂതകാലം ഓർമ്മിച്ചു. മുൻ കാമുകൻ അവളെ ഉപേക്ഷിച്ചു. മദ്യപിച്ച ശേഷം അവൾ ആ പുരുഷനെ കണ്ടുമുട്ടി. അതേസമയം ആ പുരുഷന് ആകസ്മികമായി വിഷം കൊടുത്തു. അങ്ങനെയാണ് അവർ രാത്രി ഒരുമിച്ച് ചെലവഴിച്ചത്. അടുത്ത ദിവസം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പറയാൻ ആ പുരുഷൻ മുൻകൈയെടുത്തു. വിവാഹശേഷം ജോലിയിൽ തിരക്കിലായിരുന്നെങ്കിലും പെൺകുട്ടിയോട് എപ്പോഴും വളരെ ഉദാരമതിയായിരുന്നു അയാൾ. കമ്പനി പാപ്പരായപ്പോഴും പെൺകുട്ടിയെ കഷ്ടപ്പെടുത്താൻ അയാൾ അനുവദിച്ചില്ല. പെൺകുട്ടി ഗർഭിണിയാണെന്ന് ആ പുരുഷനോട് പറയാൻ തീരുമാനിച്ചു. ഒരു ദിവസം അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടെ പെൺകുട്ടിയുടെയും അവളുടെ മുൻ കാമുകന്റെയും ഒരു വീഡിയോ പെട്ടെന്ന് ആ പുരുഷന് ലഭിച്ചു. പെൺകുട്ടി വിവാഹമോചനം ആഗ്രഹിക്കുന്നതിന്റെ കാരണം അയാൾക്ക് മനസ്സിലായി. അവരെ ഒരുമിച്ച് ജീവിക്കാൻ ആ പുരുഷൻ തീരുമാനിച്ചു. 3 ദിവസത്തേക്ക് അയാൾ പെൺകുട്ടിയെ ബന്ധപ്പെട്ടില്ല. പെൺകുട്ടിക്ക് ആ പുരുഷനെ വിളിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ അയാൾ വീട്ടിലെത്തുമെന്ന് അവൾ മനസ്സിലാക്കി. താൻ ഗർഭിണിയാണെന്ന് പെൺകുട്ടി അവനോട് പറയാൻ തയ്യാറായി. അവൾ അത് പറയും മുമ്പ് ആ പുരുഷൻ ഒരു വിവാഹമോചന കരാറും വീട്ടിലെ എല്ലാ സമ്പാദ്യവും കൊണ്ടുവന്നു. കുഞ്ഞു പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭാവിയിൽ അച്ഛൻ സമ്പന്നനാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് കുട്ടികളുടെ സംരക്ഷണം ആവശ്യപ്പെടാം. ഇത് കേട്ട ശേഷം പെൺകുട്ടി വിവാഹമോചനത്തിന് സമ്മതിച്ചു. തുടർന്ന് ആ പുരുഷൻ വിവാഹമോതിരം മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു മടിയും കൂടാതെ വീട് വിട്ടു. കോപാകുലയായ പെൺകുട്ടി തന്റെ വിവാഹമോതിരവും വലിച്ചെറിഞ്ഞു. അടുത്ത ദിവസം രോഗിയായ പെൺകുട്ടിക്ക് ശരീരത്തിലുടനീളം അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവൾ ഉപബോധ മനസ്സോടെ ആ പുരുഷനെ വിളിച്ചു. അപ്രതീക്ഷിതമായി ഒരു സ്ത്രീയാണ് കോളിന് മറുപടി നൽകിയത്. പെൺകുട്ടി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ധനികയായ സ്ത്രീ കോൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്തു. ആ പുരുഷനെ തിരികെ കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ആ പുരുഷൻ ഉണർന്നപ്പോൾ പെൺകുട്ടിക്ക് അസുഖമാണെന്ന സന്ദേശം കണ്ടപ്പോൾ അയാൾ ഉടൻ തന്നെ അവളെ പരിചരിക്കാൻ വീട്ടിലേക്ക് പോയി. അബോധാവസ്ഥയിലായ പെൺകുട്ടി പുരുഷന്റെ കൈ പിടിച്ചു. ആ നിമിഷം ആ പുരുഷൻ അബദ്ധവശാൽ ഡ്രോയറിൽ ഒരു ഗർഭ പരിശോധന സ്റ്റിക്ക് കണ്ടു. പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ആ സമയത്ത് പെൺകുട്ടിയും ഉണർന്നു. ആരോ തനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അയാൾ വിശദീകരിച്ചു.